വിജ്ഞാന കേരളത്തിന്റെ സംസ്ഥാനത്തെ ആദ്യ തൊഴിൽ മേളയ്ക്ക് ആലപ്പുഴയിൽ തുടക്കമായി. വരും മാസങ്ങളിൽ മറ്റു ജില്ലകളിലും തൊഴിൽ മേള നടത്തും. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ ബൃഹത് പദ്ധതി നടപ്പാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ബൃഹത് പദ്ധതി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽ മേള വിജ്ഞാന ആലപ്പുഴ SD കോളേജിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ തൊഴിൽ മേളയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തുടർന്നുള്ള മാസങ്ങളിൽ മറ്റു ജില്ലകളിലും സംസ്ഥാനാടിസ്ഥാനത്തിലും കൂടുതൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വവും നിരന്തരമായ ഇടപെടലുകളും നിർണായകമാണ്. അത് ഉറപ്പുവരുത്താൻ KDISCന് കഴിയണമെന്നും KDISCുമായി ഇക്കാര്യത്തിൽ സഹകരിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ. വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽ മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. വിജ്ഞാന കേരളം സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു. തൊഴിൽ കൊടുക്കുക മാത്രമല്ല, അവർ പഠിച്ചിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള തുടർ പഠനത്തിനും അവരുടെ ഭാവി കരുപിടിപ്പിക്കുന്നതിനും അതുവഴി സാമ്പത്തികമായ മുന്നേറ്റം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നവകേരള സൃഷ്ടിക്ക് കേരളത്തെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹുമാന്യായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുൻകൈയോടെ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ചുമതലയിൽ വിജ്ഞാന കേരളം പദ്ധതി ഇവിടെ നടക്കുന്നത്. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് തൊഴിൽ ലഭിച്ചവർക്കുള്ള ഉത്തരവുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ നൽകുന്നതിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ് തന്നെ മുൻകൈയെടുക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ഇത്തരത്തിലൊരു സംവിധാനത്തിന് തുടക്കം കുറിച്ചിട്ടില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ തന്നെ അങ്ങനൊരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും വിജ്ഞാന കേരളം എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തു. ഐസക് സാർ ഇന്നതിൻ്റെ ഏറ്റവും പ്രമുഖമായ ചുമതലയെടുത്ത് ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ ആലപ്പുഴയിൽ തന്നെ അതിൻ്റെ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഓരോ ഇടങ്ങളിലും ഓരോ മണ്ഡല അടിസ്ഥാനത്തിലും നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആവണം. H. സലാം MLA അധ്യക്ഷനായിരുന്നു. വിജ്ഞാന കേരളം ഉപദേഷ്ടാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് വിജ്ഞാന കേരളം അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ കമ്പനികളിലെ തസ്തികകളിലേക്ക് നടന്ന അഭിമുഖങ്ങളിൽ 15,000 മുതൽ 40,000 വരെ ശമ്പള പാക്കേജുകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമായിരുന്നത്. ട്രെയിനീസ്, ടീം ലീഡേഴ്സ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് തുടങ്ങി നിരവധി തസ്തികകളിലേക്കാണ് അഭിമുഖം നടന്നത്. അഭിമുഖത്തിലെ നിലവാരത്തിനനുസരിച്ച് പാക്കേജുകളിൽ ചെറിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിദേശത്തേക്ക് 3.5 ലക്ഷം രൂപ വരെയുള്ള ശമ്പള പാക്കേജുകളിലേക്കുള്ള അഭിമുഖവും നടന്നു. ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്റ്റാഫ് നഴ്സ് തസ്തികകളിലേക്കാണ് 3.5 ലക്ഷം രൂപ വരെയുള്ള ശമ്പള പാക്കേജുകൾ ലഭ്യമായിരുന്നത്. 10ാം ക്ലാസ്, +2, ITI, ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് 15,000 മുതൽ 20,000 രൂപ വരെയും, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് 20,000 മുതൽ 25,000 വരെയും, BTech, ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് 20,000 മുതൽ 40,000 വരെ എന്നിങ്ങനെയായിരുന്നു ശമ്പള പാക്കേജുകൾ. പേവിഷ മരണങ്ങളില്ലാത്ത ജില്ലയായി കോട്ടയത്തെ മാറ്റുന്നതിനുള്ള പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കമായി. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ സഹോദര സ്ഥാപനമായ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കമ്പാഷൻ ഫോർ അനിമൽസ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലയെ പേവിഷ മുക്തമാക്കാനുള്ള പരിശ്രമങ്ങളുമായി പൊതുസമൂഹം സഹകരിക്കണമെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. തെരുവ് നായ്ക്കളെ ഈ വാക്സിനേഷൻ നടത്തിയാൽ കണക്കനുസരിച്ച് അത് 100%. പിന്നെ ഇത് പടരില്ല, കടിച്ചാലും മറ്റു നായ്ക്കൾക്ക് ഇത് പടരില്ല, ഈ നായ്ക്കൾ ചത്തുപോകും. അപ്പോൾ ഏതാനും വർഷങ്ങൾ കൊണ്ട്
നമ്മുടെ ഇവിടെ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമില്ല. അപ്പൊ നായ്ക്കളെ കണ്ടാൽ ഓടുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഇവര് അവയർനെസ് പ്രോഗ്രാം ഉണ്ട്. സ്കൂളുകളിൽ പോകും, കുട്ടികളെ വിളിക്കും, പേരൻസിനെ വിളിക്കും, അവരുമായിട്ട് സംസാരിക്കും. പട്ടികളുടെ എണ്ണം കൂടുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ പേവിഷബാധ മുക്തമാക്കാൻ സാധിക്കും കോട്ടയം ജില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 2030 ആകുമ്പോഴത്തേക്ക് എല്ലാ ജില്ലകളിലും ഇത് ചെയ്ത് തീരും. അതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, പൊതുവായിട്ടുള്ള ഒരു അപ്രോച്ച് വൺ എർത്ത് അപ്രോച്ച് എന്നാണ് പറയുന്നത്. അതായത് വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ എന്നാണ് അതിൻ്റെ സങ്കല്പം. അതിപ്പോൾ മനുഷ്യൻ മാത്രമല്ല, ജീവികൾ, അതുപോലെ തന്നെ പരിസ്ഥിതി. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിന് പോർട്ടബിൾ ABC സെന്ററുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ നായ്ക്കളുടെ കടിയേറ്റാൽ ഉടനടിയുള്ള ചികിത്സ ഗ്രാമങ്ങളിൽ പോലും ലഭ്യമാക്കുന്നതിനും കടിയേൽക്കാൻ ഇടയായവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും ഈ പദ്ധതി വഴി പരിശ്രമിക്കുന്നുണ്ട്. പേവിഷബാധ മൂലം ഒരു ജീവനും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ അവസരത്തിൽ ഉത്തരവാദിത്വമുള്ള വളർത്തുമൃഗ ഉടമസ്ഥാവകാശത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. മൃഗങ്ങളോട് അനുകമ്പയോടും കരുതലോടും കൂടി പെരുമാറുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പേവിഷമുക്ത കേരളം പദ്ധതി നടപ്പാക്കിയതിന് പിന്നാലെയാണ് പദ്ധതി കോട്ടയത്തേക്കും വ്യാപിപ്പിക്കുന്നത്. സുസ്ഥിരവും ഘടനാപരവുമായ സമീപനത്തിലൂടെ 2030 പേവിഷബാധയേറ്റുള്ള മനുഷ്യമരണങ്ങൾ ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. റാബീസ് ടാസ്ക് ഫോഴ്സ് വാഹനത്തിന്റെ താക്കോൽ മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മനോജ് കുമാറിനും കാവ പ്രതിനിധികൾക്കും കൈമാറി. പേവിഷബാധ വിമുക്ത കോട്ടയം ലഘുപത്രിക ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേം സാഗർ, കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ഉന്നതതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രിമാർ കോടിമതയിലെ ABC സെന്ററും തുടർന്ന് വടവാതൂരിലെ മിൽമ ഡയറിയും സന്ദർശിച്ചു. നീതി നിഷേധങ്ങൾക്കും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം. കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പദയാത്രയും അവകാശ സംരക്ഷണ റാലിയും അവകാശ പ്രഖ്യാപന സമ്മേളനവും നടന്നു. ജനസാഗരമായി ചങ്ങനാശ്ശേരി നഗരം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിരൂപതയിലെ ഇടവകകളുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കാർഷിക മേഖലയിലെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തി മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ലോങ് മാർച്ച് അതിരൂപത വികാരി ജനറൽ ഫാദർ ആന്റണി ഏത്തക്കാട് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത വൈസ് പ്രസിഡന്റ് CT തോമസ് കാച്ചാങ്കോടം അധ്യക്ഷനായി. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ ബിജു സെബാസ്റ്റ്യൻ പതാക ഏറ്റുവാങ്ങി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഉച്ചകഴിഞ്ഞ് പദയാത്ര പെരുന്ന ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. തുടർന്ന് 18 ഫൊറോനകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഒത്തുചേർന്ന് SB കോളേജിലേക്ക് അവകാശ സംരക്ഷണ റാലി നടന്നു. റാലി കോളേജ് മൈതാനത്ത് എത്തിച്ചേർന്ന ശേഷം ആരംഭിച്ച മഹാസമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. മലയോര കർഷകന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടത്, അല്ലാതെ വന്യമൃഗങ്ങൾ നിരത്തിലിറങ്ങിയാൽ ഉടനെ, പുലി ഇറങ്ങിയാൽ ഉടനെ കമ്മിറ്റി കൂടണം, അതുപോലെ മീറ്റിംഗ് വിളിക്കണം, പിന്നെ ഉന്നതതല സമ്മേളനം കൂടണം, പിന്നെ ആനയെ എങ്ങനെയാണ് മയക്കുമരുന്ന് കൊടുക്കണോ വെടിവെക്കണോ എന്ന് തീരുമാനിക്കണം. ഇതെല്ലാം കഴിയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കുറെ മനുഷ്യർ മരണപ്പെട്ടു പോവുകയാണ്. ഇതെല്ലാം നിഷ്ക്രിയമായ ഒരുമാതിരി നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ നമുക്കിവിടെ കാണാം. കേന്ദ്രം പറയുന്നു കേരളത്തിന്റെ പ്രശ്നമാണ്, കേരളം പറയുന്നു കേന്ദ്രത്തിന്റെ പ്രശ്നമാണ്. നഷ്ടപ്പെടുന്നത് നമുക്കാണ്.
കഴിഞ്ഞ ഒരൊറ്റയാഴ്ച 4 പേര് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ച ജീവൻ നഷ്ടപ്പെട്ട ഒരു നാട്. കഴിഞ്ഞ ഒരു മാസം, ഏതാണ്ട് 2 മാസങ്ങൾക്കുള്ളിൽ 11 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. എന്നിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ആ കമ്മിറ്റി വെച്ചു, ഞങ്ങൾ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ആലോചിക്കുകയാണ്, ഞങ്ങളത് പരിഗണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ജനത്തിന്റെ ജീവന് വിലയില്ലാതെ ഭരണകൂടങ്ങൾ പെരുമാറുമ്പോൾ നമുക്കെങ്ങനെ നിരത്തിലിറങ്ങാതിരിക്കാനാവും? അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് ജോസഫ് കൊച്ചുപറമ്പിൽ, അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം തുടങ്ങിയവർ സംസാരിച്ചു. നെല്ല്, നാളികേരം, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്ക് എല്ലാ കാലയളവിലും ന്യായമായ വിലസ്ഥിരത ഉറപ്പുവരുത്തുക, ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് സഭാ സമുദായ നേതൃത്വങ്ങളുമായി സംസാരിച്ച് ഉചിതമായവ നടപ്പിലാക്കുക, കുട്ടനാടൻ മേഖലയിൽ നിലവിലുള്ള അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം സമയബന്ധിതമായി ഉറപ്പുവരുത്തുക, 74 വർഷങ്ങളായി തുടരുന്ന ദളിത് ക്രൈസ്തവരോടുള്ള നീതി നിഷേധം അവസാനിപ്പിക്കുക, ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കി മാറ്റുന്ന സർക്കാരുകളുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരക്ഷാ നസ്രാണി മുന്നേറ്റം സംഘടിപ്പിച്ചത്. നെൽകർഷക സംരക്ഷണ പദ്ധതി നടപ്പാക്കുകയും നെൽവില സ്ഥിരതാ ഫണ്ട് ഉടൻ രൂപീകരിക്കുകയും വേണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം രാമങ്കരിയിൽ സംഘടിപ്പിച്ച കർഷക രക്ഷാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലുൽപാദനത്തിൽ സ്വയം പര്യാപ്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള തീവ്രയത്ന പരിപാടിക്ക് മുൻഗണന നൽകണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കർഷക വിഭാഗമാണ് നെൽകർഷകരെന്നും കാലാവസ്ഥ ചതിക്കുമ്പോൾ വലിയ തോതിലുള്ള നഷ്ടമാണ് കർഷകർക്ക് സംഭവിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ തലത്തിൽ പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാര തുക പലിശക്കാർക്ക് കൊടുക്കുവാൻ പോലും തികയില്ല. നിലമൊരുക്കുന്നത് മുതൽ നെല്ല് സംഭരിക്കുന്നത് വരെയുള്ള ചെലവ് കണക്കാക്കി കൃഷിനാശം സംഭവിക്കുന്ന നെൽകർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകാൻ ഒരു സ്ഥിരം സംവിധാനം സർക്കാർ തലത്തിൽ ഉണ്ടാകണം. സംസ്ഥാനത്തിന് ആവശ്യമായ അരിയുടെ 80% കേരളത്തിന് പുറത്തുനിന്ന് എത്തിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിലുള്ള നെൽപ്പാടങ്ങളെ സംരക്ഷിക്കുകയും നെല്ലുൽപാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള തീവ്രയത്ന പരിപാടിക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. 1970-ൽ 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നെല്ല് വിതയ്ക്കുന്ന അല്ലെങ്കിൽ നെൽ വയലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 2000 ആയപ്പോൾ അത് 2 ലക്ഷം ഹെക്ടർ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞു വരികയാണ്. കേരള സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 20%, നമുക്ക് ആവശ്യമുള്ള 20% നെല്ല് മാത്രമാണ്. ബാക്കിയുള്ള 80% നെല്ല് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് കേരള സംസ്ഥാനം പോവുകയാണ്. അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ്. പ്രധാനമായും നമുക്കറിയാം, ഇപ്പോഴുള്ള കർഷകരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് 50 വയസ്സും 60 വയസ്സും 70 വയസ്സുമുള്ള കർഷകരാണ്. ബാക്കിയുള്ള യുവാക്കളൊക്കെ ഇവിടെ നിന്ന്, ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇത് ആദായകരമല്ലാത്തത് കൊണ്ടാണ്. സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് VC ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സ്റ്റീഫൻ ജോർജ്, ജോബ് മൈക്കിൾ MLA, ജോണി നെല്ലൂർ, ജെന്നിങ്സ് ജേക്കബ്, VT ജോസഫ്, ജേക്കബ് തോമസ് അരികുപുറം, ജോസഫ് കെ നെല്ലുവേലി, പ്രൊഫസർ ലോപ്പസ് മാത്യു, ബിനു ഐസക് രാജു എന്നിവർ സംസാരിച്ചു. കുട്ടനാട്ടിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് AC കനാൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനസദസ്സ് സംഘടിപ്പിച്ചു. സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമ്പടം ഉദ്ഘാടനം ചെയ്തു. ശുദ്ധജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കിയോസ്കുകളിലും വള്ളത്തിലും ശുദ്ധജലം എത്തിക്കുവാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാറി മാറി വന്ന സർക്കാരുകളുടെയും ജനപ്രതിനിധികളുടെയും ഗുരുതരമായ അനാസ്ഥ മൂലം കുട്ടനാട്ടിൽ കുടിവെള്ളം ഇപ്പോഴും കിട്ടാക്കനിയാണെന്ന് നൈനാൻ തോമസ് മുളപ്പാമ്മടം കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ ശുദ്ധജലം നൽകുവാൻ സർക്കാരിന് കഴിയാത്തത് മനുഷ്യാവകാശ ലംഘനമാണ്. കുടിവെള്ളത്തിന്റെ ഏറെ ദുരിതമനുഭവിക്കുന്ന പട്ടികജാതി ലക്ഷം വീട് നഗറുകളിലും പാടശേഖരങ്ങളുടെ പുറംബണ്ടുകളിലും പാടശേഖരങ്ങൾക്കുള്ളിലും താമസിക്കുന്നവർക്ക് അടിയന്തരമായി കുടിവെള്ളം എത്തിക്കുവാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടലുകൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എടത്തുവ, തലവടി, മുട്ടാറ്, രാമങ്കരി, അതുപോലെ തന്നെ വെളിയനാട്
പുളുങ്കുന്ന് തുടങ്ങി പഞ്ചായത്തുകളിലെല്ലാം അതീവ ഗുരുതരമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, കുട്ടനാട്ടിലെ നിവാസികൾക്ക് വേണ്ടി വളരെ ദയവോടെ, വളരെ താഴ്മയോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അങ്ങ് അടിയന്തരമായി കുട്ടനാട്ടിലെ ഈ വിഷയത്തിൽ ഇടപെടുവാൻ തയ്യാറാകണം. അങ്ങ് നേരിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമായി അങ്ങ് തിരിച്ചറിഞ്ഞ് അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് വളരെ താഴ്മയോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. വേനൽ കടുത്തതോടെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കിയോസ്കുകളിലും വള്ളത്തിലും ശുദ്ധജലം എത്തിക്കുവാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനസദസ്സിൽ പങ്കെടുത്തവരും ആവശ്യപ്പെട്ടു. AC കനാൽ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ മുട്ടാർ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഷിബു കണ്ണമ്മാലി, അലക്സാണ്ടർ പുത്തൻപുര, തോമസ് വർക്കി വടുതല, AK സോമനാഥൻ കരുമാലി, AC വിജയപ്പൻ, സൈനോ തോമസ്, ജയപ്രകാശ് കാമിശ്ശേരി, അപ്പച്ചൻകുട്ടി ആശാപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ഏറെ ശ്രദ്ധേയം. പരിമിതികളെ കലയെന്ന ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തിയ ഒരു കൂട്ടം കലാകാരന്മാർ സദസ്സിന്റെ മനം കവർന്നു. ഉജ്ജ്വലവാല്യം പുരസ്കാരം ജേതാവ് മുഹമ്മദ് യാസിന്റെ കലാപ്രകടനം മേളയ്ക്ക് കൊഴുപ്പേകി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച വർണ്ണച്ചിറകുകൾ ഭിന്നശേഷി കലോത്സവം വേറിട്ട അനുഭവമായി മാറി. പരിമിതികൾക്ക് മേൽ വർണ്ണച്ചിറകുകൾ വിടർത്തി ഭിന്നശേഷി കലാകാരന്മാർ പാറിപ്പറന്നു. നൃത്തവും പാട്ടും മിമിക്രിയും എല്ലാം സദസ്സിന്റെ മനം കവർന്നു. മാമ്പുഴക്കരി സ്വാമി സത്യവ്രത സ്മാരക ഹാളിൽ ശനിയാഴ്ച നടന്ന കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അത് പരിപോഷിപ്പിക്കാനുള്ള ഒരു പൊതു സാഹചര്യം ഈ അടുത്ത നാളുകളാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് വരെ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾ അവർക്ക് വേണ്ടത്ര പരിഗണനയോ വേണ്ടത്ര ശ്രദ്ധയോ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ R രാജുമോൻ, TT സത്യദാസ്, നീനു ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആശാദാസ്, സബിത രാജേഷ്, അഡ്വക്കേറ്റ് പ്രീതി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ഉദ്ഘാടനം ചെയ്തു. രാമങ്കരി പോലീസ് സബ് ഇൻസ്പെക്ടർ ഷൈലേഷ് സമ്മാനദാനം നിർവഹിച്ചു.
ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കുട്ടനാട് ഉപകേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 16 ഞായറാഴ്ച തുടക്കമാകും. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ കുട്ടനാട് ഉപകേന്ദ്രം 1999 ഔദ്യോഗികമായി ആരംഭിച്ചത്. ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സെമിനാറുകളും ചർച്ചായോഗങ്ങളും പ്രമുഖരെ പങ്കെടുപ്പിച്ച് കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഉപകേന്ദ്രം ചെയർമാൻ KG മോഹനൻ പിള്ള അറിയിച്ചു. രജത ജൂബിലി ആഘോഷങ്ങൾ KC വേണുഗോപാൽ MP-യും ജൂബിലി സമ്മേളനം മുൻമന്ത്രി G സുധാകരനും ഉദ്ഘാടനം ചെയ്യും. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം 58 കുഷ്ഠരോഗി പരിചരണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ആരംഭം കുറിച്ചു. പല ഘട്ടങ്ങളിലായി പ്രവർത്തനം വിപുലീകരിച്ച് ഹിന്ദി വിദ്യാലയം, ഗ്രന്ഥശാല, പ്രകൃതി കൃഷി, മത്സ്യകൃഷി, ചാണ സംസ്കരണം, നാടൻ പശുപരിപാലനം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപരിച്ചു. ഏറ്റവും മുഖ്യമായി 1990കളുടെ അവസാനത്തിൽ അയൽക്കൂട്ടങ്ങളും അവ കേന്ദ്രീകരിച്ച് മൈക്രോ ഫൈനാൻസും ആരംഭിച്ചു. ഇതിൻ്റെ കുട്ടനാട്ടിലെ പ്രവർത്തനം 1999 കാവാലത്ത് നാരകത്രയിൽ തുടക്കം കുറിച്ചു. ഈ പ്രവർത്തനങ്ങളുടെ 4 നൂറ്റാണ്ട് തികയുകയാണ്. രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരു വർഷം നീളുന്ന പരിപാടികളാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം തയ്യാറാക്കിയിട്ടുള്ളത്. സമ്മേളനത്തിൽ കുട്ടനാട് ഉപകേന്ദ്രം ചെയർമാൻ KG മോഹനൻ പിള്ള അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ മികച്ച മാതൃകകളെയും മുതിർന്ന പ്രവർത്തകരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ആദരിക്കും. തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും കുട്ടനാട് ഉപകേന്ദ്രം ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ബിഷ സാബു, ട്രഷറർ ശ്രീകല ദേവരാജ്, വത്സമ്മ എബ്രഹാം, PK കമലാസനൻ എന്നിവരും പങ്കെടുത്തു. ചങ്ങനാശ്ശേരി കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്ലാഡിയേറ്റർ ഓപ്പൺ ജിം ആൻഡ് എയറോബിക് സ്കൂബ ട്രെയിനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോബി കറുകപ്പറമ്പിൽ ട്രെയിനിംഗ് സെന്റർ ആശീർവദിച്ചു. തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ MJ ജിംനേഷ്യവും ട്രെയിനിംഗ് സെന്ററും ഉദ്ഘാടനം ചെയ്തു. ഫിസിക്കൽ ട്രെയിനർമാരായ ജഗൻ ജോസ്, ബിൻസി ചാക്കോ എന്നിവർ കുട്ടികൾക്ക് വിവിധ ട്രെയിനിംഗ് രീതികൾ പരിചയപ്പെടുത്തി. കായികാധ്യാപകൻ സെബിൻ മാത്യു പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ എയറോബിക്സ് ഡാൻസ് പ്രദർശനവും അരങ്ങേറി. സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കൂടാതെ മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്ന രീതിയിലാണ് ജിംനേഷ്യം ഒരുക്കിയിട്ടുള്ളത്. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ 11 നാൾ നീണ്ടു നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി 16 തുടക്കമാകും. 26 ശിവരാത്രി നാളിൽ വിശേഷാൽ ചടങ്ങുകളോടെ ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 2025 ഫെബ്രുവരി 16 മുതൽ 26 അവസാനിക്കും. 16 ആരംഭിച്ച് ഫെബ്രുവരി 26 അവസാനിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവാലയങ്ങളിൽ ഒന്നായ തൃക്കുരുട്ടി ശിവരാത്രി മഹോത്സവം വളരെ പ്രധാനപ്പെട്ട ആഘോഷമായി കൊണ്ടാടി വരികയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന സഹസ്രകലശാഭിഷേകം തൃക്കുരുട്ടിയിലെ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട പൂജാവിധിയാണ്. ഇതോടൊപ്പം എല്ലാ ദിവസങ്ങളിലും 11 ദിവസവും വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുന്നു. 16 മുതൽ 25 വരെ തീയതികളിലായി രാവിലെ 10 മുതൽ 1 വരെ തന്ത്രിമുഖ്യൻ കുഴിക്കാട്ടിലത്ത് ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കും. 16 വൈകിട്ട് 6 ക്ഷേത്രാങ്കണത്തിലെ നവീകരിച്ച സ്റ്റേജിന്റെ സമർപ്പണം ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ നിർവഹിക്കും. തുടർന്ന് ഉത്സവ ദിനങ്ങളിൽ വിശേഷാൽ പൂജകളും വിവിധ കലാപരിപാടികളും നടക്കും. മഹാശിവരാത്രി ദിവസമായ 26 രാവിലെ 7:30 മുതൽ സേവ, 11:30 കാവടി വരവ്, 12:30 കാവടി അഭിഷേകം, അഷ്ടദ്രവ്യ കലശം, 2 ഓട്ടൻതുള്ളൽ എന്നിവ നടക്കും. വൈകിട്ട് 5 ശിവരാത്രി എതിരേൽപ്പ് കടപ്ര മാന്നാർ കൈനിക്കര ജയന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. തുടർന്ന് 12:05 ശിവരാത്രി പൂജ, വെളുപ്പിന് 3:30 ശ്രീഭൂതബലി, ശിവരാത്രി നൃത്തം, വലിയ കാണിക്ക, ആകാശക്കാഴ്ച എന്നിവയോടുകൂടി സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ഹരികുമാർ ശിവം, അനിൽ നായർ ഉത്രാടം,
രക്ഷാധികാരി കലാധരൻ പിള്ള, കൈലാസം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ചെറിയ കലവൂരുള്ള അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലേക്ക് ഫീൽഡ് സ്റ്റാഫ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പ്രായം 30 വയസ്സ് കവിയരുത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അവസാന തീയതി ഫെബ്രുവരി 18. വിശദവിവരങ്ങൾക്ക് 6220953334 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെയ്യാർ ഡാമിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫെബ്രുവരി 23 നടക്കുന്ന കെ-മാറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി സൗജന്യ എൻട്രൻസ് പരിശീലനം നടത്തുന്നു. MBA പ്രവേശന പരീക്ഷയായ കെ-മാറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓൺലൈൻ പരിശീലനം നൽകുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനത്തെ 300 വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 8548618290 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കെൽട്രോൺ, LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, ICT അക്കാദമി ഓഫ് കേരള എന്നീ സ്ഥാപനങ്ങളിൽ ജില്ലാ സൈനികക്ഷേമ ഓഫീസ് വഴി സൗജന്യമായി നടത്തുന്ന 4 മാസം വരെ ദൈർഘ്യമുള്ള വിവിധ കോഴ്സുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിമുക്ത ഭടന്മാർ കോട്ടയം ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി മാർച്ച് 31-നകം ബന്ധപ്പെടണമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0481237187 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7890 രൂപ, പവന് 63,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.